ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ എന്താണ് അഭിപ്രായം എന്നുള്ളതും കൂടെ അറിയിക്കണം. അപ്പോൾ ഇതേ കുറച്ച് വെള്ളമൊക്കെ കോരി എടുത്ത് തന്നിട്ടുണ്ട് അനിയത്തി. പിന്നെ ഇതേ ഇന്നിപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് പോളയാണ് കേട്ടോ. അതായത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇപ്പോൾ ഈ ഇഫ്താറിൻ്റെ റെസിപ്പി നോക്കുമ്പം ആദ്യം ഫസ്റ്റ് വന്ന് കിടക്കുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ക്യാരറ്റ് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ക്യാരറ്റ് പോളയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അടുപ്പിലോട്ടാക്കിയിട്ടോ. എല്ലാം എന്നല്ല, ക്യാരറ്റ് അരിഞ്ഞ് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വന്നിട്ട് ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ഫലൂഡയുടെ മിക്സാണ് കേട്ടോ. അപ്പം സ്ട്രോബെറി ഫ്ലേവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 200 ഗ്രാമേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ വലിയ പാക്കറ്റും ഉണ്ട്, ചെറിയ പാക്കറ്റും ഉണ്ട്. ഇപ്പോൾ 100ൻ്റെ ആണെങ്കിലും ഉണ്ട്, 35 രൂപയൊക്കെ കൊടുക്കുമ്പം കിട്ടും. അപ്പോൾ ഇത് ഞാൻ സ്ട്രോബെറി ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. ഇത് 200 ഗ്രാമിൻ്റെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വെച്ച് നോക്കാം. ഇതിൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവൾ ട്രൈ ചെയ്തപ്പോൾ സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ പൊട്ടിച്ചെടുത്തപ്പോഴത്തേക്കും നമ്മൾ വെർമസെല്ലിയുടെ ആ ഒരു ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത്, പിന്നെ കുറച്ച് പൊടി, അതിൻ്റെ മിക്സ് അല്ലേ, അപ്പം അതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് 2 ഗ്ലാസ് പാൽ വേണം. ഞാൻ 2 ഗ്ലാസ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം 2 ഗ്ലാസ് പാൽ വേണം. എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത് വെള്ളം ചേർക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ പാലിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളവും കൂടെയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറുകിയാണ് ഇരിക്കേണ്ടത്, കുറുകിയാണ് എടുക്കേണ്ടത്. നമ്മൾ കുറുക്കി എടുക്കണം തീയിൽ വെച്ചിട്ട്. ഞാൻ 2 സ്പൂൺ ആട്ടോ ഇട്ട് കൊടുക്കുന്നത്, ടീസ്പൂണല്ല, 1 സ്പൂൺ എടുത്തിട്ട് അതിന് 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കി എടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എനിക്ക് ശരിക്കും അറിയത്തില്ല കേട്ടോ, ഇതെങ്ങനെ ഉണ്ടാക്കി എടുക്കേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. അവൾ പറഞ്ഞു തന്ന ഒരു ഐഡിയ വെച്ചിട്ട് ഞാനങ്ങ് ചെയ്തത്. പക്ഷേ കുറച്ചും കൂടി മിക്സ് ഇടണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. കുറച്ചും കൂടെ മിക്സ് ഇട്ടിരുന്നുവെങ്കിൽ ഒന്നുകൂടെ കുറുകെ കിട്ടിയാണ്. ഇത് വെള്ളം കൂടിപ്പോയി. നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും ട്രൈ ചെയ്ത് നോക്കണമെന്നുള്ളവർ പാല് മാത്രം എടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് പോയി, അതാണ് പറ്റിയ അബദ്ധം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറുകി എടുക്കണം. കുറേ സമയം ഇങ്ങനെ പിടിച്ചേട്ടോ കുറുക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ലൂസായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു. അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ കുറുകി വരും, അപ്പോഴത്തേക്കും നമ്മളിതങ്ങ് അടുപ്പിൽ നിന്ന് മാറ്റണമെന്ന്. അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടി, ഞാനങ്ങ് മാറ്റി കേട്ടോ. പിന്നെ ക്ഷമയില്ലായിരുന്നു, അതുകൊണ്ട് ഞാനങ്ങ് മാറ്റിയിട്ട് വന്നിട്ട് നമ്മൾ കൈതച്ചക്ക, അതായത് പൈനാപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാനൊന്ന് വെട്ടിയൊക്കെ എടുക്കുകയാണ് കേട്ടോ. പാത്തുക്കുട്ടി എൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. 13-ാം തീയതി ആനുവൽ ഡേ ആണല്ലോ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ആളവിടെ നിന്ന് പറയുന്നത്. പിന്നെ ഇത് കട്ട് ചെയ്ത് വെക്കുമ്പോൾ എന്തെങ്കിലും കൂടെ ഇതിൽ നിന്ന് ഇസ്കിക്കൊണ്ട് പോകാമല്ലോ. അപ്പോൾ ചെറിയ ചുമയൊക്കെ ആയിട്ട് ഇരിക്കുവാണ് കേട്ടോ. അലർജി ഉണ്ട്, ഇത് തണുപ്പൊന്നും കഴിക്കാൻ പാടില്ല. ഇപ്പോൾ ഇതൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ അലർജി വിട്ടുമാറാതെ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചുമയൊക്കെ ഉണ്ട് ആളിനെ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. നല്ല ചൂടാണ് കേട്ടോ ഇവിടെയും, നല്ല ചൂടാണ്, ക്ഷീണമാണ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഉണ്ടായിരുന്നു. ഇവിടെയും നല്ല വെയിലാണ്. 2-3 ദിവസം മഴയൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ മഴക്കോളൊക്കെ വരും കേട്ടോ ഇടയ്ക്ക്. പക്ഷേ മഴയൊന്നും പിന്നെ പെയ്തതൊന്നുമില്ല. ഇടയ്ക്ക് 2 ദിവസം മഴ പെയ്തപ്പോഴത്തേക്കും എന്തൊരു സുഖമായിരുന്നു. ആ മഴ പെയ്തപ്പോഴത്തേക്കും ആ നോമ്പിൻ്റെ ക്ഷീണമൊന്നും അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് ഭയങ്കര വെയിലാണ് കേട്ടോ. തീ പോലുള്ള വെയിലാണ് അടിക്കുന്നത്. ഒരു മഴ പെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പക്ഷേ പെയ്യുമെന്ന് അറിയത്തില്ല. മീനമൊക്കെ തുടങ്ങാൻ പോവില്ല. മീനമാസത്തെ ചൂട് നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പൈനാപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ എടുത്തിട്ടുള്ള പൈനാപ്പിൾ പുളിപ്പായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് എടുത്തപ്പം കുഴപ്പമില്ല, മധുരമുണ്ട്. എന്നാൽ ഇത് ചെറിയ രീതിയിൽ കേടായിട്ടുണ്ട്. അവിടെ ചെറുതായിട്ടൊന്ന് കേടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി. പിന്നെ അതേ ഒരു ആപ്പിളും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്ന് വേണം നമ്മൾ ഇസ്കിയിട്ട് ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഫലൂഡ മിക്സിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്കും ക്യാരറ്റ് വെന്തിട്ടുണ്ടായിരുന്നു. ക്യാരറ്റിൻ്റെ ചൂടാറിയതിന് ശേഷം നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ഏലയ്ക്ക, കുറച്ച് പാൽപ്പൊടി കേട്ടോ. അങ്ങനെ ഒരു സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സ്പൂണിന് 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക കേട്ടോ. നല്ലതുപോലെ അങ്ങ് അരച്ചെടുക്കണം, നല്ല ക്രീം പരുവത്തിന് അരച്ചെടുക്കണം. പിന്നെ കുക്കർ അടുപ്പിലോട്ട് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച്, കുക്കറിൻ്റെ അടിയിൽ ദോശക്കല്ല് ഇരിപ്പുണ്ട് കേട്ടോ. ദോശക്കല്ലിൻ്റെ മേളിലാണ് നമ്മൾ കുക്കർ വെക്കേണ്ടത്. അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഈ ഒരു കൂട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും അത് റെഡി ആവുമെന്നാണ് കേട്ടോ ഞാൻ കണ്ടത്. അപ്പോൾ ഈ ഫലൂഡ മിക്സ് ഇങ്ങനെ ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തപ്പോൾ തന്നെ ഞാൻ പാത്തുക്കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളിങ്ങനെ കൂടെ പറ്റി നടക്കാൻ കേട്ടോ, ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തണുപ്പിച്ചൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത്. പാത്തുവിന് തണുപ്പിച്ച് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഇളം ചൂടൊക്കെ ആയപ്പോഴത്തേക്കും അവൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് കുറുകി വന്നത് വേറൊരു പാത്രത്തിലോട്ട് പകർത്തി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആപ്പിളും അതുപോലെ പൈനാപ്പിളും കൂടെയൊക്കെ ചെറുതായിട്ട് നുറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉണക്കമുന്തിരിങ്ങയും കൂടെ കുതിർത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചേക്കുവാണ്. ഇത് ഞാനിങ്ങ് ഫ്രിഡ്ജിലോട്ട് വെക്കും കേട്ടോ.
അപ്പോൾ ഈ സമയത്ത് ഈ കാണിക്കുന്ന ടൈമിന് ബാങ്കൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ സംഭവം ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 35 രൂപയുടെ പാക്കറ്റൊക്കെ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഈത്തപ്പഴവും തണ്ണിമത്തങ്ങയും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ തണ്ണിമത്തങ്ങ ജ്യൂസ് ആക്കിയില്ല കേട്ടോ, ഞാൻ ടാങ്ക് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ ഇട്ടിട്ടുണ്ട്. പിന്നെ കഞ്ഞി തലേന്ന് വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് ഞാനാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. തലേന്ന് ആരും ഇവിടെ കഞ്ഞി കുടിച്ചതൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ചൂടാക്കിയിട്ടാണ് എടുത്തത്. അപ്പോൾ രാവിലത്തെ കാപ്പിക്ക് വേണ്ടിയിട്ടും ഇവിടെ കാപ്പി ഉണ്ടാക്കിയില്ല, പകരം വാപ്പായൊക്കെ കഞ്ഞിയാണ് കേട്ടോ കുടിച്ചത്. കഞ്ഞി ഒന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ എനിക്ക് അങ്ങനെ ഒരു മെനക്കേടില്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ നോമ്പൊക്കെ തുറന്ന് 8 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ഇതെടുത്ത് കേട്ടോ. ഇതെടുത്തപ്പം കണ്ടില്ലേ, നല്ല രീതിയിലൊന്ന് ഒന്നുകൂടെ ഒന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷമായി. കാരണം അത് ഭയങ്കരമായിട്ട് ലൂസായി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ചൂടാക്കി വെച്ചപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുത്തപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് കുറുകി ആ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്തപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. തണുപ്പിച്ച് കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഫ്ലേവറുണ്ട്, പിസ്തയുടെ ഉണ്ട്, അതുപോലെ റോസ് ഫ്ലേവറുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. ഏതാണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കിയിട്ട് എടുത്ത് ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം കേട്ടോ. ഈ ഫ്രൂട്ടൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടത് അത് എൻ്റെ മാത്രം ഇതാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടത് കേട്ടോ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. വെറുതെ ഒരു അലങ്കോലപ്പണിക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ക്യാരറ്റ് ബോൾ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് ചൂടാറാൻ വെച്ചപ്പോഴത്തേക്കും എൻ്റെ മോള് വന്നിട്ട് സ്പൂൺ കൊണ്ട് കുത്തി നോക്കിയതാണ് ആ മേളിൽ കാണുന്ന അടയാളങ്ങൾ. അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചും കൂടി ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നല്ല കട്ടിയൊക്കെ കിട്ടും. ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഒരു 2 മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ളതും ഒരു 2-3 കുഞ്ഞ് ക്യാരറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ വലിയ ക്യാരറ്റൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കിട്ടും. ടേസ്റ്റ് ചെയ്തപ്പോൾ അടിപൊളിയാണ്. എന്തായാലും ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, സംഭവം സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ക്യാരറ്റിൻ്റെ ചെവ വരുന്നതൊന്നുമില്ല, ആ ഒരു ടേസ്റ്റ് ഒന്നും നമുക്ക് അറിയാനേ പറ്റുന്നില്ല. അപ്പോൾ ഇതെന്തായാലും ഈ ഒരു റെസിപ്പി നമ്മുടെ ഫലൂഡ മിക്സ് മേടിച്ചിട്ട് അതിൻ്റെ ഒരു റെസിപ്പിയും കൂടെയൊക്കെ ചെയ്ത് നോക്കണം. ഞാൻ എടുത്ത ടൈം നല്ല ചൂടുണ്ടായിരുന്നു, കണ്ടില്ലേ. ഇത് അടിയിൽ കരിഞ്ഞതല്ല കേട്ടോ. ആ ഒരു മുട്ട നമ്മൾ എങ്ങനെ പൊരിച്ചെടുക്കുമ്പോഴും ആ ഒരു അരികൊക്കെ അങ്ങനെ ഒരു കളർ വരുമല്ലോ, അതാണേ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും എല്ലാം ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നാളെ ഇൻഷാ അല്ലാഹ് മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം എന്നുള്ള പ്രതീക്ഷയോട് കൂടി പോവുകയാണ്. അസ്സലാമു അലൈക്കും. ടാറ്റാ.